ഉചിതത്വനി സ്തുതി പാടും നടിയാരിൽ നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പിൻ. സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമനം വരെ കർത്താവിന്റെ നാമം വലിയതാകുന്നു. ഉയരത്തിൽ വസിക്കുകയും നാട്ടിൽ നോക്കി തിരുസഭയ്ക്ക് വേണ്ടി അർപ്പിക്കുവാൻ ഞാൻ യോഗ്യനായി തീരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിശുദ്ധ കുർബാനയിൽ വിൽസൺ പറ്റപ്പതുപോലെ നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. Amen.
ദൈവമേ നീ പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? ക്രിസ്തുവിന് ബലിയാലുമായത് യോജിപ്പാണുള്ളത്. വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ് എന്ന് നാം ദൈവം അരുളി ചെയ്തിരിക്കുന്നു. ഞാൻ അവരിൽ വസിക്കുകയും
അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതെന്ന് നിങ്ങൾ തൊടുകയും അരുത്, അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ബാരിക്കുമോ. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോട് ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ചവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ ഇഹലോക ജീവിതകാലത്ത് പ്രകാരം സംഭവിച്ചു. അപ്പസ്തോലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു. അവൻ ബെത്സയിദ എന്ന പട്ടണത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഇതറിഞ്ഞ ജനങ്ങൾ അവന്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ 12 പേരും അടുത്തും അവനോട് പറഞ്ഞു, നാം വിജന പ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടുപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഉള്ളൂ. ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം. അവിടെ ഏകദേശം 5000 പുരുഷന്മാരുണ്ടായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, 50 വീതം പന്തികളിലായി ജനങ്ങളെ ഇരുത്തുകയും. അവർ അങ്ങനെ ചെയ്തു. എല്ലാവരെയും ഇരുത്തി. അപ്പോൾ അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവയെ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. Yeah.
യേശുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൽ ജനങ്ങളുടെ ജീവിതത്തെ ഉദ്ധരിക്കുവാനായി നമ്മുടെ കർത്താവ് ചെയ്ത വൈവിധ്യമാർന്ന ശുശ്രൂഷകളിൽ ശ്രദ്ധേയമായ ഒന്നാണല്ലോ നാം ഇപ്പോൾ ശ്രമിച്ചത്. കർത്താവ് 5000 പേരെ ഭക്ഷിച്ച് തൃപ്തിപ്പെടുത്തുന്ന സംഭവം മനുഷ്യരുടെ ജീവിതങ്ങളെ കുറെ കൂടെ മെച്ചമാക്കുവാനായി കർത്താവ് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നതായി നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുന്നു, അശുദ്ധരെ ശുദ്ധരാക്കുന്നു, പിശാചബാധിതരെ വിമോചിപ്പിക്കുന്നു, വിശക്കുന്നവർക്ക് ആഹാരം നൽകുന്നു, ധാരാളം ശുശ്രൂഷകൾ, മരിച്ചവരെ ഉയർപ്പിക്കുക പോലെ ചെയ്യുന്നു. കർത്താവ് ഇതെല്ലാം ചെയ്തതിൻ്റെ പിന്നിൽ വലിയൊരു അനുഭവത്തിൻ്റെയും ദർശനത്തിൻ്റെയും പിൻബലമുണ്ടായിരുന്നു. കർത്താവ് ചെയ്തത് വെറുമൊരു സാമൂഹിക ശുശ്രൂഷയായിട്ടല്ല നമുക്കറിയാം. കർത്താവ് ലോകത്തിൽ വന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം തൻ്റെ പിതാവിൽ താൻ അനുഭവിച്ച സ്നേഹം പങ്കിടുക എന്നുള്ളതായിരുന്നു. ആ സ്നേഹത്തിൻ്റെ പങ്കിടിയിലായിട്ടാണ് കർത്താവ് ഇതെല്ലാം ചെയ്തത്. തൻ്റെ പിതാവിൻ്റെ മുഖം മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുവാനാണ് കർത്താവ് ലോകത്തിൽ വന്നത്. ആ മുഖം സ്നേഹത്തിൻ്റെയും കരുണയുടെയും മുഖമായിരുന്നു. അപ്പോൾ കർത്താവ് ചെയ്ത പ്രവൃത്തികളെല്ലാം ആ ഒരു സാക്ഷ്യം നൽകുവാൻ വേണ്ടിയാണ്. വെറും സാമൂഹിക ശുശ്രൂഷയായി, സോഷ്യൽ വർക്കായി ചെയ്തതല്ല. എല്ലാവരും ദൈവമക്കളാണ് എന്ന അവബോധം മനുഷ്യരിൽ സംജാതമാക്കുക, അത് വളർത്തുക, ആ സ്വത്വം ഉൾക്കൊള്ളുവാൻ മനുഷ്യരെ സഹായിക്കുക, ആ ഒരു ഐഡൻറ്റിറ്റിയിൽ വളരുവാൻ അവരെ സഹായിക്കുക. അങ്ങനെ ആത്യന്തികമായി അവരെല്ലാം ദൈവത്തിൻ്റേതായിത്തീരുക. ഇതായിരുന്നു കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ആ ഒരു ലക്ഷ്യം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി കർത്താവ് ചെയ്ത പ്രവൃത്തികളിലൊന്നാണ് മനുഷ്യർക്ക് അപ്പം നൽകിയെന്നുള്ളത്. നമ്മളിന്നിവിടെ സമ്മേളിച്ചിരിക്കുന്ന പ്രത്യേകമായൊരു പശ്ചാത്തലം നമ്മുടെ പിതാവായ മറിയവാനശ്രീമയുടെ ഓർമ്മയാചരണത്തിന് വേണ്ടി കൂടിയാണ്. ഇത് നമ്മുടെ ഭദ്രാസനത്തിലെ പദയാത്രികർ, ഒരു സംഘം പദയാത്രികർ ഇന്ന് ഈ ദേവാലയത്തിൽ നിന്ന് ആ പദയാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിന്ത, ധന്യന്മാർ മറിയവാനശ്രീമയുടെ ജീവിതവും സാക്ഷ്യവുമാണ്. ആ പിതാവ് പല കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഏറ്റവും അധികം ആ പിതാവിൻ്റെ ഉദ്ധരിക്കപ്പെട്ട ഒരു ഉദ്ധരണി, ദൈവസേവനത്തെക്കാൾ ഉത്തമം ദൈവസമ്പാദനമാണ് എന്നുള്ളതാണ്. എന്താണ് പിതാവ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ആത്യന്തികമായി ദൈവ സമ്പാദനം എന്ന് പറയുന്നത് ദൈവം നമ്മെ സ്വന്തമാക്കുവാൻ അനുവദിക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, അത് സേവനമായിക്കൊള്ളട്ടെ, ദൈവസേവനമായിക്കൊള്ളട്ടെ, മനുഷ്യ സേവനമായിക്കൊള്ളട്ടെ, ആത്യന്തികമായി ഇതെല്ലാം നമ്മെ സഹായിക്കേണ്ടത് ദൈവം നമ്മെ സ്വന്തമാക്കുവാൻ അനുവദിക്കുക എന്നുള്ളതാണ്. മറിയവാനശ്രീമേനി ഒരു 95 വർഷം മുമ്പ് നമ്മുടെ ഈ പ്രദേശത്ത് വന്ന് ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മോട് പ്രസംഗിച്ചു. നമ്മുടെ ചുറ്റുപാടുകളെല്ലാം ആ പിതാവ് ഒരു വലിയ സുവിശേഷ സാക്ഷ്യം നൽകി. ആ സുവിശേഷ സമർപ്പണത്തിൻ്റെ സദ്ഫലങ്ങളാണല്ലോ നമ്മളൊക്കെ. നമ്മുടെ ഭദ്രാസനം മുഴുവൻ ആ പിതാവിൻ്റെ സുവിശേഷ സാക്ഷ്യത്തിൻ്റെ നല്ല ഫലമാണ്. അപ്പോൾ ആ പിതാവ് ചെയ്ത സുവിശേഷം അടിസ്ഥാനപരമായി ഇതായിരുന്നു. ദൈവം സ്നേഹമാണ്, നമ്മെ പഠിപ്പിച്ചു. നമ്മളെല്ലാവരും ദൈവമക്കളാണ് എന്ന ബോധ്യം നമ്മിൽ അങ്കുരിപ്പിച്ചു. ആ ദൈവമക്കളുടെ സ്വത്വത്തിൽ, ഐഡൻറ്റിറ്റിയിൽ നമ്മൾ വളരണമെന്ന് പഠിപ്പിച്ചു. ആത്യന്തികമായി നമ്മൾ സ്വർഗത്തിൻ്റെതായി മാറണം നമ്മെ പഠിപ്പിച്ചു. അതാണ് ദൈവസമ്പാദനം എന്നുള്ള ഉദ്ദേശിക്കുക. ദൈവം നമ്മെ സ്വന്തമാക്കുവാൻ അനുവദിക്കുക. നമ്മളൊക്കെ
അടിസ്ഥാനപരമായി ആത്മീയരാണ് എന്ന് നമ്മെ പഠിപ്പിച്ചു. ഇന്നത്തെ ലേഖന ഭാഗത്ത് പൗലോസ് പറയുന്ന പോലെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണ് നമ്മൾ എന്ന് നിങ്ങൾ ഓർക്കണം. പൗലോസ് പറയുകയാണ്, കർത്താവിൽ സ്നേഹമുള്ളവരെ, നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ നാം വളരെ ഗൗരവത്തോടെ നിരന്തരം ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ആത്മീയ സ്ഥാപനമായ ദേവാലയങ്ങളിൽ പോലും നമ്മൾ അവലംബിക്കുന്ന ഒരു മനോഭാവം ഈ ലോകത്തിൻ്റെതായ മനോഭാവമായി മാറാം. നമ്മൾ ആത്യന്തികമായി ആത്മീയരായിരിക്കേണ്ടവരാണ്. നമ്മുടെ എല്ലാ സാക്ഷ്യങ്ങളും ആത്മീയ സാക്ഷ്യം നൽകേണ്ടതാണ് എന്ന അടിസ്ഥാന യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകാം. ഇതാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. ഇതാണ് മാറിവാനി സിൽവിനെ നമ്മെ പഠിപ്പിക്കുവാൻ പരിശ്രമിച്ചത്. ഇതാണ് നമ്മളെല്ലാം ഉൾക്കൊള്ളേണ്ടത്. ആരാണ് യഥാർത്ഥ ആത്മീയൻ? ജീവിതത്തിൽ നിരന്തരം സ്വർഗത്തിൻ്റെ ഒരു മാനം സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഒരു ആത്മീയതയുടെ സാക്ഷ്യമായി മാറണം. അത് നമ്മുടെ സംസാരമായിക്കൊള്ളട്ടെ, നമ്മുടെ ആഘോഷങ്ങളായിക്കൊള്ളട്ടെ, നമ്മുടെ ഇടപെടലുകളായിക്കൊള്ളട്ടെ, നമ്മുടെ കൂടിവരവുകളായിക്കൊള്ളട്ടെ, എന്തും ഒരാത്മീയ സാക്ഷ്യം നൽകുവാൻ പ്രാപ്തമായിരിക്കണം. പൗലോസ്ലീഹായാണ് ഈ ഒരു സാക്ഷ്യത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ജീവിത സാക്ഷ്യം നമുക്ക് നൽകിയത്. അവിടുന്ന് മുഴുവൻ കർത്താവിനെ സ്വന്തമാക്കുന്ന ഒരു വലിയ യജ്ഞത്തിലായിരുന്നു. അവിടുന്ന് എനിക്ക് തന്നെ ജീവിതത്തിൻ്റെ സാന്നിധ്യത്തിൽ പറയാൻ സാധിച്ചു, ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ആർക്ക് ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ സാധിക്കും? ക്രിസ്തു സ്നേഹവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായി കരുതുന്നു. ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും അഭിമാനിക്കുവാൻ എനിക്കിടയാകാതിരിക്കട്ടെ. ഇത്രമാത്രം ക്രിസ്തു സ്വന്തമാക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് വളർന്ന വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളും ഇപ്രകാരം ദൈവം സ്വന്തമാക്കപ്പെടുന്നതിൻ്റെ സാക്ഷ്യമാക്കി മാറ്റുവാൻ സാധിക്കണം. ഇന്ന് നമ്മൾ ആരംഭിക്കുന്ന പദയാത്ര തന്നെയാണ്. വെറും ഒരു സാമൂഹികമായ ഒരു ശുശ്രൂഷ, ഒരു പരിപാടിയല്ലിത്. നമ്മൾ ഈ ത്യാഗപൂർവം ഈ നിരത്തിൻ്റെ വീതികളിൽ അറ്റം ചേർന്ന് നടന്നിങ്ങനെ പോകുമ്പോൾ, പ്രാർത്ഥിച്ചു മുന്നേറുമ്പോൾ നമ്മളൊരു വലിയ സാക്ഷ്യം നൽകുകയാണ്. ജീവിതം ആത്യന്തികമായി സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുവാനുള്ളതാണ്. നമ്മളൊക്കെ ആത്മീയതയുടെ സാക്ഷ്യങ്ങളായി മാറുവാനുള്ളവരാണ്. നമ്മളൊക്കെ ദൈവത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ സ്വന്തമാകുവാനുള്ളവരാണ്. നമ്മൾക്ക് സ്വർഗത്തിൻ്റെ സ്വത്താണ് എന്ന വലിയ സാക്ഷ്യം നൽകിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഭൗതികത വല്ലാതെ ബന്ധിയാക്കിയ ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു സംസ്കാരത്തിൽ കർത്താവിൽ സ്നേഹമുള്ളവരെ നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചത്, മാറിവാനിൽ സിൽവിൽ നമ്മെ പഠിപ്പിച്ചത്, ജീവിതത്തിൽ ഒട്ടുമിക്കലും ആത്മീയതയുടെ അംശം ജീവിതത്തിൽ നിലനിർത്തുവാൻ മറന്നു പോകരുത് എന്നുള്ളതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്മാരുടെയും നാമത്തിൽ ആമേൻ. അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരകീർത്തിയും എല്ലാ നേരവും ഇടപെടാതെ അർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരായി തീരണമേ. ശ്ലീബാമലത്തിന്മേലുള്ള വലിയ അർപ്പണത്താൽ ഞങ്ങൾക്ക് പാപമോചനം നൽകുകയും മരണത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും പുനരുത്ഥാനത്താൽ ഞങ്ങളെ ഉദ്ധരിക്കുകയും സ്വർഗാരോഹണത്താൽ ഞങ്ങളെ സമുദ്രരാക്കുകയും ചെയ്ത സ്വീകാര്യ കുർബാനയുമായ കർത്താവിനെ സ്തുതി. ദൈവികമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ
വിശുദ്ധമായി വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെ ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്ദതയാൽ എന്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവന്റെയും പാപങ്ങളും മായ്ച്ച് ഉത്തമനേ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധി മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകലവരേതരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും ആർദ്രയുടെയും പരിമഞ്ഞവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്ക് നീ പാപപരിഹാരവും പാപവിമോചകനുമാകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് തൃങ്ങളയുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാനം പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദിവ്യബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ബലിപീഠത്തിന്റെ സന്നിധിയിൽ വന്നുകൂടി നിന്റെ മഹാകരുണ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ദാസനെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ പരിശുദ്ധ റുഹായുടെ നൽവരികൾക്ക് അയച്ചു കൊടുക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും സ്വീകരിക്കുവാൻ യോഗ്യരാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. സ്നേഹവും ഐക്യമത്യവും ഞങ്ങളെ അണിയിക്കണമേ. സമാധാനവും ശാന്തിയും ഞങ്ങളുടെ ഇടയിൽ വാഴുവാനിടയാക്കണമേ. ശിക്ഷകളിൽ നിന്നും ക്രോധത്തിന്റെ ദണ്ഡനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ പരിശുദ്ധ കുരിശാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലതുഭാഗത്തുള്ള ഉത്കൃഷ്ടമായ നിലയ്ക്ക് ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും യോഗ്യരാക്കണമേ. ഞങ്ങളവരും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധന്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിൽ നിന്ന് കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ഈ ദാസനേറ്റു പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവപ്രദനായ പരിശുദ്ധ റുഹാ പരിശുദ്ധൻ. അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകലവരേതരുടെയും ആത്മാക്കളിൽ രണ്ട് ലോകങ്ങളിലും എന്നേക്കും മനസ്സിലും തോന്നി പാപികളായി ദാസരുടെ ധൂപം ശുദ്ധീകരിക്കുന്നവനാകുന്നു.